വെൽക്കം ടു ഓൾ. എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇതുവരെ കഴിഞ്ഞ എക്സാമുകളൊക്കെ ചെയ്തിരുന്നെന്ന് മനസ്സിലായില്ലേ? കമ്മിറ്റികൾ എന്ന് പറയുന്ന ഭാഗം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. കമ്മിറ്റികൾ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് കമ്മിറ്റികളെ കുറിച്ച് പഠിക്കാം. ഇതിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് മെയിനായിട്ടുള്ള കമ്മിറ്റി എന്ന് പറയുന്നത്. ആ കമ്മിറ്റിയാണ് ഏറ്റവും കൂടുതലായിട്ട് ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകളും ടെക്സ്റ്റ് ബുക്ക് ക്ലാസ്സുകളും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഓരോ PSC ചോദ്യ പേപ്പറുകളിൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. നോക്കിയൊക്കെ കമ്മിറ്റിയും ചെയർമാനെ കുറിച്ച് നൽകിയിട്ടുണ്ട് അല്ലേ? ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനായിട്ട് 8 മേജർ കമ്മിറ്റികളും അനേകം മൈനർ കമ്മിറ്റികളും രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എത്ര മേജർ കമ്മിറ്റികളാണുള്ളത്? 8 അല്ലേ? 8 മേജർ കമ്മിറ്റികളാണുള്ളത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 8 മേജർ കമ്മിറ്റികളാണുള്ളത്. അതുപോലെ തന്നെ മൈനർ കമ്മിറ്റികളും ധാരാളമായിട്ടുണ്ട്. ഇനി മേജർ കമ്മിറ്റികൾ യൂണിയൻ പവർ കമ്മിറ്റി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ്. യൂണിയൻ പവർ കമ്മിറ്റി ആരുടെയാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏതൊക്കെയുണ്ട്? യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി എന്നിവയൊക്കെ ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ്. യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു. ഇനി പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആരുടെയാണ്? പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയാണ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി BR അംബേദ്കർ ആണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. BR അംബേദ്കറിൻ്റെയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. മൗലികാവകാശ കമ്മിറ്റി, ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റി എന്നിവ സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശ കമ്മിറ്റി അല്ലെങ്കിൽ ട്രൈബൽ കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനെയാണ്. എന്നാൽ ഇതിനെയൊക്കെ സബായിട്ട് വിഭജിച്ചിട്ടുണ്ട്, ഈ മൗലികാവകാശ കമ്മിറ്റീനെയും അതുപോലെ തന്നെ ട്രൈബൽ കമ്മിറ്റീനൊക്കെ. അപ്പോൾ അത് ആർക്കാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. മൗലികാവകാശ സബ് കമ്മിറ്റി JB കൃപലാനി, ന്യൂനപക്ഷ സബ് കമ്മിറ്റി HC മുഖർജി, നോൺ ഈസ്റ്റ് ഫ്രണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് ആസാം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർട്ടീഷ്യലി എക്സ്ക്ലൂഡ് ഏരിയ വിത്ത് സബ് കമ്മിറ്റി ഗോപിനാഥ് ബർദോളി. ആസാമിലെ ഒരു മുഖ്യമന്ത്രിയായിരുന്നു അല്ലേ? അപ്പോൾ അദ്ദേഹമാണ് നോർത്ത് ഇന്ത്യ ഭാഗത്തുള്ള ഈ ട്രൈബിൻ്റെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ആസാം ഒഴിച്ചിട്ടുള്ള ബാക്കി പ്രദേശങ്ങളിലൊക്കെ സബ് കമ്മിറ്റിയുടെ അംഗമെന്ന് പറയുന്നത് പ്രവർത്തകരിൽ ഒരാളാണ് ഗോപിനാഥ് ബർദോളി. അതുപോലെ തന്നെ എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് എന്ന് പറയുന്നത് ആരുടെയാണ്? ആസാം ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അതർ ദെൻ ദോസം ഇൻ ആസാം കമ്മിറ്റിയാണ് AV താക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഗോപിനാഥ് ബർദോളി എന്ന് പറയുന്നത് ആസാമിലുണ്ട്. അതുപോലെ തന്നെ എന്താണ് ബാക്കി ഒഴിച്ചിട്ടുള്ള പ്രദേശങ്ങളൊക്കെ AV താക്കറാണ്. AV താക്കറിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഗോപിനാഥ് ബർദോളിക്കുള്ളത്. അപ്പം മൗലികാവകാശ സബ് കമ്മിറ്റി JB കൃപലാനി, ന്യൂനപക്ഷ സബ് കമ്മിറ്റി HC മുഖർജി, നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് ആസാം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയ സബ് കമ്മിറ്റി ഗോപിനാഥ് ബർദോളി. അതിൽ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രദേശങ്ങളിലൊക്കെ AV താക്കറാണ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെയാണ് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി. അതുപോലെ തന്നെ ഏതാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ആരുടെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഏതൊക്കെയാണ്? റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി, അതുപോലെ തന്നെ അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് എന്നിവയൊക്കെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെയാണ്. ഫൈനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റിയും ആരുടെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെയാണ്. അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 4 പറഞ്ഞു അല്ലേ? റൂൾ ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി, അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ്, ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി. ഇനി നമ്മൾ ജവഹർലാൽ നെഹ്റുവിനെ എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? യൂണിയൻ പവർ കമ്മിറ്റിയും യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റുവിൻ്റെയാണെന്ന് പറഞ്ഞു. ജവഹർലാൽ നെഹ്റുവിൻ്റെ വേറൊരാണ് സ്റ്റേറ്റ്സ് കമ്മിറ്റി. അപ്പോൾ യൂണിയൻ നമ്മൾ പറഞ്ഞില്ലേ? യൂണിയൻ്റെ കാര്യങ്ങളും പറഞ്ഞു. സ്റ്റേറ്റ്സ് കമ്മിറ്റി വരുന്ന കാര്യമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി ഭരണഘടനാ നിർമ്മാണ പ്രവർത്തന കമ്മിറ്റി GV മൗലങ്കാറിൻ്റെയാണ്. ഭരണഘടനാ നിർമ്മാണ പ്രവർത്തന കമ്മിറ്റി GV മൗലങ്കാർ. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി KM മുൻഷി. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് രണ്ടും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ക്രിഡൻഷ്യൽ കമ്മിറ്റി. ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിഡൻസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. അഡ്ഹോക് കമ്മിറ്റി ഓൺ ദി സുപ്രീം കോർട്ട് S വരദാചാരി. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മീഷൻ SK ദർ. പ്രസ് ഗാലറി കമ്മിറ്റി ഉഷനാഥ് സെൻ. അഡ്ഹോക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് S വരദാചാരി. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ? ഓൾറെഡി നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, അതുപോലെ തന്നെ സ്റ്റേറ്റ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റുവിൻ്റെ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ
പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും അതുപോലെ തന്നെ ഏതൊക്കെയാണ് പറയുന്നത് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, മൗലികാവകാശ കമ്മിറ്റി, ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റിയും റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി BR അംബേദ്കർ, മൗലികാവകാശ സബ് കമ്മിറ്റി JB കൃപലാനി, ന്യൂനപക്ഷ സബ് കമ്മിറ്റി HC മുഖർജി, നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ട്രൈബൽ ഏരിയാസ് ഇൻ അസം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യൽ എക്സ്ക്ലൂഡ് ഏരിയാസ് സബ് കമ്മിറ്റി ഗോപിനാഥ് വർദോളി, എക്സ്ക്ലൂഡ് ആൻഡ് പാർഷ്യൽ എക്സ്ക്ലൂഡ് ഏരിയാസ് ഏതാണ് AV താക്കർ. ഇനി സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഭരണഘടനാ നിർമ്മാണ പ്രവർത്തന കമ്മിറ്റി GV മൗലങ്കാർ, ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി KM മുൻഷി, ക്രിഡൻഷ്യൽ കമ്മിറ്റി എല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, അല്ലേ അങ്ങനെ പഠിക്കാം. ക്രിഡൻഷ്യൽ കമ്മിറ്റി എല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. പിന്നെ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിഡൻറ്റ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യയുടെ രണ്ടെണ്ണം പറഞ്ഞു അല്ലേ, ഏതൊക്കെയാണ് ഹൗസ് കമ്മിറ്റിയും പറഞ്ഞു. അതുപോലെ തന്നെ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിഡൻസ് കമ്മിറ്റി. അഡ്ഹോക് കമ്മിറ്റി ഓൺ ദി സുപ്രീം കോർട്ട് S വരദാചാരി, ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ SK ധർ, പ്രസ് ഗാലറി കമ്മിറ്റി ഉഷനാഥ് സെൻ, അഡ്ഹോക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് S വരദാചാരി. ക്ലിയർ ആയല്ലോ അല്ലേ. ഇനി നമുക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിനെ കുറിച്ച് പഠിക്കാം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് 22 കമ്മിറ്റികളടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. 22 കമ്മിറ്റികളടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിച്ചത് ഏത് വർഷമാണ്? 1947 ഓഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. അതിലെ അംഗങ്ങളുടെ എണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്, 7 അംഗങ്ങളാണ് കേട്ടോ, 7 അംഗങ്ങളാണുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 22 കമ്മിറ്റികളടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭ കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. 1947 ഓഗസ്റ്റ് 29-നാണ് നിയമിച്ചത്. ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. ആകെ അംഗങ്ങൾ 7 എണ്ണമാണ്. ഇനി ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, ആധുനിക മനു എന്നൊക്കെ അറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണല്ലേ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, ആധുനിക മനു എന്നൊക്കെ അറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പരാമർശിച്ചത് നസറുദ്ദീൻ അഹമ്മദ് ആണ് കേട്ടോ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പരാമർശിച്ചത്. ഇനി നമുക്ക് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളെ പഠിക്കാം. അംഗങ്ങൾ ഏതൊക്കെയാണ് ചോദിക്കാം അല്ലേ, ചോദിച്ചു കേട്ടിട്ടുണ്ട്. അംഗങ്ങളില്ലാത്തത് ഏതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം. ഡോക്ടർ BR അംബേദ്കർ ആണ് ചെയർമാൻ. KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, BL മിത്തർ, DP ഗെയ്ത്താൻ. അപ്പോൾ ഇതൊക്കെയാണ് ഡോക്ടർ BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, BL മിത്തർ, DP ഗെയ്ത്താൻ. അതിൽ BL മിത്തർ രാജിവെച്ചതിന് ശേഷം വന്ന ആളാണ് N മാധവറാവു. അതുപോലെ തന്നെ DP ഗെയ്ത്താൻ മരിച്ചതിന് ശേഷം വന്നതാണ് TT കൃഷ്ണനാചാര്യ. അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ ചെയർമാനാണ്. KM മുൻഷിയുണ്ട്, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, മുഹമ്മദ് സാദുള്ള, N ഗോപാലസ്വാമി അയ്യങ്കാർ, BL മിത്തർ രാജിവെച്ചതിന് ശേഷം N മാധവറാവു, DP ഗെയ്ത്താൻ 1948 ഇദ്ദേഹത്തിൻ്റെ മരണശേഷം TT കൃഷ്ണനാചാര്യ. ഇത്രയൊക്കെയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയും പ്രധാനപ്പെട്ട കമ്മിറ്റികളുണ്ട്. നന്നായി പഠിച്ചു വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, എപ്പോഴും ചോദിക്കാറുണ്ട് അല്ലേ. ഓരോ എക്സാമിന് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടെങ്കിലും ഇത് ചോദിക്കാറുണ്ട് അല്ലേ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നന്നായി പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും